ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാർ, ഈ ഭാഗത്തെ, അതായത് ഈ ചെറു സംഭാഷണങ്ങളുടെ അവസാനത്തെ സംഭാഷണമാണ് എൻ്റേത്. യുക്തി ചിന്തയും പാരമ്പര്യവും തമ്മിലുണ്ടാകുന്ന ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി ചില കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വളരെ ചെറിയ ഒരു സമയം കൊണ്ട് വളരെ അക്ഷമരായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് മാത്രം ഞാൻ അവസാനിപ്പിക്കുക. ഈ തരത്തിൽ ഒരു വിശാലമായ ഒരു വേദി ഒരുക്കി ഒരു വലിയ രൂപത്തിലുള്ള ഒരു മാനവീയ അന്തരീക്ഷം സൃഷ്ടിച്ച ഈ ഒരു പരിപാടിയിൽ വളരെ ദൂരത്ത് നിന്നാണെങ്കിലും പങ്കെടുക്കാൻ സാധിച്ചതിലും എന്നെ അതിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയതിലും എനിക്ക് ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുക. കേരളത്തിലേക്ക് ഒതുങ്ങി നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ 1892 വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചതായി പറയുന്നു. അന്ന് അദ്ദേഹം നമ്മളെപ്പറ്റി സൂചിപ്പിച്ചത്, അല്ലെങ്കിൽ നമ്മളെപ്പറ്റി പറഞ്ഞത്, ഒരു ഭ്രാന്താലയം എന്നാണ്. ഏതാണ്ട് 8 ദശാബ്ദം പിന്നിട്ട അവസരത്തിൽ കേരളത്തെക്കുറിച്ചിട്ടുള്ള വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഗ്രന്ഥം തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് പോളിസി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തിരുവനന്തപുരത്ത് വെച്ച് വരികയുണ്ട്. ആ ഗ്രന്ഥത്തിൻ്റെ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരള മാതൃക എന്ന ഒരു ചർച്ച രൂപപ്പെട്ടു വരുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് 1892 ഒരു ഭ്രാന്താലയമായി ചിത്രീകരിച്ച പ്രദേശം കേവലം 8 പതിറ്റാണ്ടുകൊണ്ട് മറ്റ് പ്രദേശങ്ങൾക്ക് വഴികാട്ടിയായിട്ട് മാറുന്ന ഒരു പ്രദേശമായിട്ട് മാറുക. 8 പതിറ്റാണ്ടെന്ന് പറയുന്നത് ഒരു പ്രദേശത്തിൻ്റെ ചരിത്രത്തിൽ വലിയ ഒരു കാലദൈർഘ്യമല്ല. പക്ഷേ ഈ ചെറിയ ഒരു കാലം കൊണ്ട് ഒരു ഭ്രാന്താലയമായി, ഒരു മനീഷിയാൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശം പണ്ഡിത ലോകം മറ്റുള്ളവർക്കുള്ള ഒരു വഴികാട്ടിയായി അംഗീകരിക്കുന്നതിലേക്ക് വരും. ഈ ഒരു മാറ്റത്തിന് ഏതൊക്കെ തരത്തിലുള്ള ഘടകങ്ങളാണോ പ്രവർത്തിച്ചിട്ടുള്ളത്, ആ പ്രവർത്തിച്ച ഘടകങ്ങൾക്ക് മൊത്തത്തിലാണ് ഞാൻ കേരളത്തിൻ്റെ യുക്തിചിന്തയും യുക്തിസഹമായിട്ടുള്ള ഇടപെടലുകളും എന്ന് വിശേഷിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചിട്ടുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുണ്ട്, ശ്രീനാരായണ ഗുരുവിൻ്റെ സംഭാവനകളുണ്ട്, അയ്യങ്കാളിയുടെ, ചട്ടമ്പിസ്വാമികളുടെ എല്ലാം സംഭാവനകളുണ്ട്. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള വളർച്ചയും ഉയർച്ചയുമായിട്ടുള്ള ദേശീയ പ്രസ്ഥാനമുണ്ട്, സ്വാതന്ത്ര്യസമരമുണ്ട്, കർഷക തൊഴിലാളി സംഘടനകളുടെ സമരങ്ങളും ചർച്ചകളും പ്രക്ഷോഭങ്ങളുമുണ്ട്. ഏറ്റവും അവസാനം നടന്ന, അല്ലെങ്കിൽ ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ള ഐക്യകേരള പ്രസ്ഥാനവും 1957 സർക്കാരും, ആ സർക്കാർ പ്രധാനമായിട്ടും നയരൂപീകരണം നടത്തിയിട്ടുള്ള, നമ്മളെല്ലാം ഇന്ന് ജീവിച്ചു പോകുന്ന, ബന്ധപ്പെടുന്ന പൊതുവിദ്യാഭ്യാസ സംവിധാനമുണ്ട്, പൊതുജനാരോഗ്യ സംവിധാനമുണ്ട്, ഭൂപരിഷ്കരണമുണ്ട്, അധികാര വികേന്ദ്രീകരണമുണ്ട്. ഇതെല്ലാം നമ്മളുടെ പൊതുവിതരണ സംവിധാനങ്ങളുണ്ട്. ഇങ്ങനെ ഉണ്ടായിട്ടുള്ള അനുക്രമമായിട്ടുണ്ടാകുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ, ഒരു പ്രക്ഷോഭത്തിൻ്റെ, അമർത്യ സെന്നിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പബ്ലിക് ആക്ഷൻ്റെ ഭാഗമായിട്ടാണ് കേരളം ആ ഒരു തലത്തിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത്. അതാണ് കേരളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്തിലെ തന്നെ അക്കാദമിക സമൂഹത്തിൻ്റെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭൂപ്രദേശമാക്കി മാറ്റിയത്. ഏതൊക്കെ തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളാണോ കേരളത്തിലുണ്ടായിട്ടുള്ളത്, ആ യുക്തിസഹമായിട്ടുള്ള ഇടപെടലുകൾ പഴയതിനെ പാടെ തള്ളിക്കളയുന്ന രൂപത്തിലായിരുന്നില്ല, പാരമ്പര്യത്തെ നിഷേധിച്ചു കൊണ്ടായിരുന്നില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി നാം എല്ലാം സാധാരണ പറയുന്നത് പോലെ ഒരു തുടർച്ചയും മാറ്റവുമായാണ് കേരളത്തിൽ സംഭവിച്ചത്. കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് എന്ന് നമുക്ക് പറയാം. എല്ലാറ്റിനെയും നമ്മൾ പാടെ നിഷേധിക്കാൻ ശ്രമിക്കുകയല്ല ചെയ്തത്. പലതിൽ നിന്നും അതിൻ്റേതായിട്ടുള്ള നല്ല വശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടും
അതിൻ്റെ കൂടെ തന്നെ പുതിയ കാര്യങ്ങളെ ചേർത്തുകൊണ്ടും വിളക്കി ചേർത്തുകൊണ്ടും പരിഷ്കരിച്ചുകൊണ്ടുമാണ് കേരളം മുന്നോട്ട് പോയത്. ഒരു ഉദാഹരണം കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തു നിന്ന് വരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുക. ഞാൻ ഏറ്റവും നല്ല മാതൃകയായി ഇവിടെ അതിനെ അവതരിപ്പിക്കാൻ നേരത്തെ ഒരാളും സൂചിപ്പിക്കാത്തത് കൊണ്ട് സ്വാമി വാഗ്ഭടാനന്ദൻ കേരളത്തിലെ ഈ ഒരു പ്രക്രിയയിൽ നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ്. നാളെ അദ്ദേഹത്തിൻ്റെ ചരമദിനം കൂടിയാണ്, ഒക്ടോബർ 29. 1917 കോഴിക്കോട് ജില്ലയിൽ വളരെ സജീവമായി വാഗ്ഭടാനന്ദൻ്റെ ജാതിക്കെതിരെയുള്ള, തീണ്ടലുകൾക്കെതിരെയുള്ള, അസമത്വത്തിനെതിരെയുള്ള വലിയ രൂപത്തിലുണ്ടാകുന്ന പ്രചരണങ്ങൾ നടക്കുന്നു. അതിനെതിരെ ഉണ്ടാകുന്ന പ്രതിരോധങ്ങളെ, പലതരത്തിലുള്ള പ്രതിരോധങ്ങളുണ്ടായി. നമുക്ക് ഇന്ന് വിശ്വസിക്കാൻ പറ്റുന്നതിനേക്കാൾ എത്രയോ അപ്പുറത്താണ്. ഏതൊക്കെ തരത്തിലുള്ള ജനങ്ങളാണോ പ്രതിഷേധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത്, അവരുടെ മക്കൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം നിഷേധിച്ചു, അവർക്ക് തൊഴിലുകൾ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു, അവർക്ക് ചെറിയ രൂപത്തിലുണ്ടാകുന്ന വായ്പ നൽകുന്നത് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഒരു സമൂഹം മൊത്തത്തിൽ അതിൻ്റേതായിട്ടുള്ള ജീവിത പ്രയാസങ്ങളിലൂടെ മുന്നോട്ട് പോയപ്പോൾ എങ്ങനെയാണ് വാഗ്ഭടാനന്ദൻ അതിനെ നേരിട്ടത്? വിദ്യാഭ്യാസം നിഷേധിച്ച കുട്ടികൾക്ക് അദ്ദേഹം ആത്മവിദ്യാസംഘം സ്കൂൾ സ്ഥാപിച്ചു. ചെറിയ ചെറിയ രൂപത്തിലുള്ള വായ്പകൾ നിഷേധിച്ച ജനങ്ങൾക്ക് അദ്ദേഹം ഒരു സഹകരണ സംഘം സ്ഥാപിച്ചു. തൊഴിലിൽ നിന്ന് പിരിച്ചുവിട്ടവർക്ക് തൊഴിലാളികളുടെ പരസ്പര സഹായ സംഘം രൂപീകരിച്ചു. ആ 3 സംഘങ്ങളും 1922, 24, 25 വർഷങ്ങളിലാണ് കേരളത്തിലുണ്ടായത്. ആ 3 സംഘങ്ങളും ഇന്ന് യഥാക്രമം അറിയപ്പെടുന്ന പേരുകൾ: ആത്മവിദ്യാസംഘം LP സ്കൂൾ, ഊരാളുങ്കൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അല്ലെങ്കിൽ ULCCS എന്ന ലോകപ്രസിദ്ധമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സഹകരണ സംവിധാനം എന്നുള്ള നിലയിലാണ്. ആ സമരത്തെ, അതായത് ഏറ്റവും താഴെക്കടയിൽ പലതരത്തിലുള്ള അടിച്ചമർത്തലുകൾക്ക് വിധേയമായിട്ടുള്ള ആ ജനങ്ങൾ താഴെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പ്രതിഷേധിച്ചതിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വന്നിട്ടുള്ള ഏറ്റവും നിസ്തുലമായിട്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രൂപത്തിലുള്ള ഉദാഹരണങ്ങളാണ്. എങ്ങനെ പാരമ്പര്യത്തെ, അല്ലെങ്കിൽ എങ്ങനെ തെറ്റായ രൂപത്തിലുണ്ടാകുന്ന പ്രതികരണങ്ങളെ, പല രൂപത്തിലുണ്ടാകുന്ന അസമത്വങ്ങളെ, അയിത്തത്തെ, തീണ്ടലിനെ എങ്ങനെ വെറും വാചകങ്ങൾ മാത്രമല്ലാതെ തൻ്റേതായിട്ടുള്ള, അല്ലെങ്കിൽ തങ്ങളുടേതായിട്ടുള്ള വളരെ കൃത്യമായ ഇടപെടലുകളിലൂടെ എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാം എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളായി കേരളത്തിൽ ഇവ രണ്ടിനെയും പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അത്രമാത്രമേ ഞാൻ അതിനെപ്പറ്റി പറയാൻ ശ്രമിക്കുന്നു. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തരത്തിലുള്ള ഒരു സംസ്കാരത്തിൻ്റെ, ഈ തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പിന്നടത്തമാണ്. അതിശക്തമായി മുന്നോട്ട് കേരളത്തെ നീക്കിയിട്ടുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിൻ്റെ കൃത്യമായ ഒരു പിന്നടത്തം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പിന്നടത്തമാണ്, കേരളത്തിൻ്റെ പിന്നടത്തമാണ് നമ്മൾ കാണുന്നത്. ആ പിന്നടത്തത്തിന് ഒരു അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു വലിയ മാറ്റങ്ങളുണ്ട്, ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുണ്ട്. ഇവയെല്ലാം നമുക്ക് പരസ്പരം ബന്ധപ്പെടുത്തി പറയുമ്പോൾ മാത്രമേ അതതിൻ്റെ സമഗ്രതയിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. അതിലേക്ക് ഞാൻ പ്രധാനമായിട്ടും കടക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഈ പിന്നടത്തത്തെ നമുക്ക് പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട്. ആ പ്രതിരോധിക്കുന്നതിന് പാരമ്പര്യത്തിലേക്ക് പാടെ തിരിഞ്ഞു പോവുകയല്ല, പാരമ്പര്യത്തെ പാടെ അവഗണിക്കുകയല്ല. നമ്മുടെ മുമ്പിലുണ്ടാകുന്ന സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള, പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള സിദ്ധാന്തങ്ങളുണ്ട്, പ്രയോഗങ്ങളുണ്ട്. അത് നമുക്ക് ഗാന്ധിജിയിൽ നിന്ന് ഉൾക്കൊള്ളാം, ശ്രീനാരായണ ഗുരുവിൽ നിന്ന് ഉൾക്കൊള്ളാം, അയ്യ വൈകുണ്ഠസ്വാമിയിൽ നിന്ന് ഉൾക്കൊള്ളാം, വാഗ്ഭടാനന്ദിൽ നിന്നാവാം, മാർക്സിൽ നിന്നാവാം. അവയെ അതേ രൂപത്തിൽ വീണ്ടും പുനരാവിഷ്കരിക്കുക എന്നുള്ളതല്ല. ഗാന്ധിജിയെ 1948 അവസാനിപ്പിക്കുക എന്നുള്ളതല്ല. മാർക്സിനെ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അവസാനിപ്പിക്കുക എന്നുള്ളതല്ല. അവരെ 21-ാം നൂറ്റാണ്ടിലേക്ക്, 2025 വളർത്തി പരിഷ്കരിച്ച് പ്രയോജനപ്പെടുത്താൻ കഴിയാവുന്ന രീതിയിൽ നമ്മുടെ പ്രക്ഷോഭങ്ങളെയും നമ്മുടെ ഇടപെടലുകളെയും ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പൊതു ചർച്ചാവേദികളും സംവാദ സദസ്സുകളുമായി ഇത്തരത്തിലുണ്ടാകുന്ന കൂടിച്ചേരലുകൾ മാറട്ടെ. അത്തരത്തിൽ നമുക്കതിനെ ഉയർത്തിക്കൊണ്ടുവരാം. ഇതിന് എല്ലാവിധ ഭാവങ്ങളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.